ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 91. നമ്മൾ ലുത്തിനിയയിലെ ഓരോ വാഴ്ത്തുമൊഴിയെയും കുറിച്ച് ധ്യാനിക്കുകയാണ്. ഇന്ന് ഒന്നാമത്തെ വാഴ്ത്തുമൊഴി, പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മൾ സാങ്ക്ത മരിയ എന്നാണ് ലത്തീനില്, സാങ്ക്ത മരിയ. നമ്മൾ ലുത്തിനിയെ തുടങ്ങുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കണമേ ലീഡർ പറയും. അപ്പോൾ മറ്റുള്ളവർ പറയും മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ലീഡർ പറയും. അപ്പോൾ മറ്റുള്ളവർ പറയും മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനെ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവം പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പറയുന്നതാണ് പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, അതാണ് പരിശുദ്ധ മറിയമേ, ഹോളി മേരി, സാങ്ക്ത മരിയ. ലുത്തിനിയയിലെ ഒന്നാമത്തെ വാഴ്ത്തുമൊഴിയാണിത്. പഴയ നിയമത്തിലെ മോശയുടെ പെങ്ങളുടെ പേര് മിറിയാം എന്നായിരുന്നു. മിറിയാം. ഈജിപ്തിലെ പശ്ചാത്തലമുള്ള ഹീബ്രുവില് മിറിയാം എന്നതിന് പ്രിയപ്പെട്ടവൾ, സ്നേഹിക്കപ്പെട്ടവൾ, ഉയർത്തപ്പെട്ടവൾ എന്നൊക്കെ അർത്ഥം. അരാമിയ സുറിയാനി പാരമ്പര്യത്തിൽ നാഥൻ എന്ന അർത്ഥമുള്ള മാർ, ഇപ്പൊ നമ്മള് മാർ പോളി കണ്ണുകാടൻ, എന്റെ പിതാവിന്റെ പേരാണ് മാർ പോളി, അല്ലെങ്കിൽ മാർ ജോസഫ് പാംപ്ലാനി, മാർ റാഫേൽ തട്ടില്. മാർ എന്ന് പറഞ്ഞാൽ നാഥൻ, മാർ എന്ന് പറഞ്ഞാൽ അത് അരാമിയ അല്ലെങ്കിൽ സുറിയാനി ഭാഷയാണ് മാർ. അപ്പൊ അതിന് നാഥൻ എന്നർത്ഥം, ലോർഡ് എന്നർത്ഥം. ഈ മാർ എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് മറിയം. നാഥ എന്നാണ് അർത്ഥം. അരാമിയ ഭാഷയിലെ മറിയം ഗ്രീക്കില് മരിയ എന്നായി, മരിയ. ലത്തീനില് സാങ്ക്ത മരിയ, മരിയ എന്നായി. മാറി എന്ന അരാമായ വാക്കിന് എന്റെ നാഥ എന്നാണ് അർത്ഥം. മാറ് നാഥൻ, മറിയം നാഥ, മാറി എന്റെ നാഥ എന്നർത്ഥം. ദാനിയേൽ 4:16 അത് കാണാം. ഈ യാം എന്നതിന് കടലെന്നും സമുദ്രമെന്നും അർത്ഥമുണ്ട്. മാറി മറിയ അല്ലേ, മാറി എന്റെ നാഥ. യാ മറിയം, യാ എന്ന വാക്കിന് എന്നതിന് കടല്, സമുദ്രമെന്ന് അർത്ഥമുണ്ട്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മാറി യം, മറിയം എന്നതിന് എന്റെ സമുദ്രനാഥ എന്നാണ് അർത്ഥം. എന്റെ സമുദ്രനാഥ. വിശുദ്ധ ജെറോം, കേസറിയയിലെ എവ്സേബിയോസ് എന്നിവര് ഹീബ്രുവില് മർ യാം എന്ന വാക്കിൽ നിന്നാണ് മറിയം ഉത്ഭവിക്കുന്നത് വ്യാഖ്യാനിക്കുന്നു. മർ യാം. മർ എന്നതിന് വേറൊരു അർത്ഥമുണ്ട്, ബിന്ദു, തുള്ളി, കണം എന്നൊക്കെ. യശിയ 40:15 അത് കാണാം. യാം എന്നതിന് കടൽ, സമുദ്രം എന്നും. അതിനാൽ മറിയം എന്ന വാക്കിന് കടൽ തുള്ളി എന്നാണ് അർത്ഥം. ഡ്രോപ്പ് ഓഫ് ദ സീ, ഡ്രോപ്പ് ഓഫ് ദ സീ. ലത്തീനിൽ സ്റ്റില്ല മാരിസ്, സ്റ്റില്ല മാരിസ്. ദൈവം എന്ന കൃപാസമുദ്രത്തിൽ ആറാടി നിൽക്കുന്ന ബിന്ദുവാണ് മറിയം എന്ന് ധ്വനി. ദൈവമെന്ന കൃപാസമുദ്രത്തിൽ ആറാടി നിൽക്കുന്ന ബിന്ദുവാണ് മറിയം. അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട് മർ യാം എന്നത് വെച്ച്. ഈ സ്റ്റില്ല മാരിസ് എന്ന വാക്ക്, ലത്തീനിലെ വാക്ക് കാലക്രമത്തില് സ്റ്റെല്ല മാരിസ് എന്നായി തർജ്ജമ ചെയ്യാൻ തുടങ്ങി. സ്റ്റെല്ല മാരിസിന് അർത്ഥം സമുദ്ര താരം എന്നാണ്. സ്റ്റാർ ഓഫ് ദ സീ, സമുദ്ര താരം. ഈ പണ്ട് സമുദ്രത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് GPS ഒക്കെ ഉണ്ടല്ലോ, GPS നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. ഈ ഭൂമിയുടെ മുകളിൽ 24 ഉപഗ്രഹങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇല്ലേ, ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതാണ് GPS. നമ്മൾ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് വഴിയൊക്കെ നിർദ്ദേശിച്ചു തരുന്ന GPS. അങ്ങനെ ഒരു നാവിഗേഷൻ സിസ്റ്റം പണ്ടില്ലല്ലോ. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. പണ്ട് നമ്മൾ വായിലാണ് വഴി എന്ന് പറയാ. പോകുമ്പോൾ നമ്മൾ വഴിയിലുള്ളവർ ചോദിക്കും എവിടെയാണ് ചോദിച്ചു പോകും. വഴി വായിലാന്ന് പറയും. ഇപ്പോ വഴി നാവിഗേഷനിലാണ്, GPS ആണ്. പണ്ട് ഈ GPSും നാവിഗേഷനും ഇല്ലാതിരുന്ന കാലത്ത് സമുദ്രത്തില് വഴി അറിയാനായിട്ട് അവരിങ്ങനെ ആകാശത്തെ നോക്കിയിട്ട് നക്ഷത്രങ്ങളെ നോക്കി, അല്ലെങ്കിൽ ചന്ദ്രനെ നോക്കി, അങ്ങനെയൊക്കെയാണ് വഴി കണ്ടിരുന്നത്, വഴി നോക്കിയിരുന്നത്. പകലാണെങ്കിൽ സൂര്യനെ നോക്കി. അപ്പോൾ കടൽ യാത്രക്കാര് ഈ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെയോ താരങ്ങളെയോ അല്ലെങ്കിൽ ചന്ദ്രനെയോ ഒക്കെ നോക്കിയിട്ടാണ് വഴി നിശ്ചയിച്ചിരുന്നത്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായ മറിയം നമുക്ക് ഇഹലോകത്ത് മാർഗനിർദ്ദേശം നൽകുന്ന സമുദ്ര താരമാണ് എന്നാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത്. ഈ വിശുദ്ധ ജെറോമും കേസറിയയിലെ എവ്സേബിയോസും ഒക്കെ ഈ സമുദ്ര താരം അല്ലേ, ദൈവത്തിന്റെ കൃപാത്തിൽ ആറാൻ നിൽക്കുന്ന ബിന്ദുവാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് തർജ്ജമ സ്റ്റെല്ല മാരിസ് ലത്തീനിലാക്കിയപ്പോൾ ഈ സമുദ്ര താരം
നമുക്കൊരു GPS പോലെ വഴി കാണിക്കുന്ന ദർശകയാണ് മറിയം എന്ന ഒരു വ്യാഖ്യാനം കിട്ടുകയായിരുന്നു. നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് ഉപയോഗിക്കാവുന്ന GPS ആണ്, ഏറ്റവും നല്ല ഉറപ്പുള്ള GPS ആണ് മറിയം. മറിയത്തെക്കുറിച്ച് 33 തിരുവചനങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിൽ സൂചനകൾ ധാരാളം വേറെയുണ്ട്. ഈ ക്രിസ്തു രക്ഷകനാണ്. പക്ഷെ മറിയമില്ലെങ്കിൽ ക്രിസ്തുവുണ്ടോ? മറിയമില്ലെങ്കിൽ ക്രിസ്തുവുണ്ടോ? മറിയം സമ്മതം മൂളിയപ്പോഴല്ലേ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. ആ മറിയത്തെ എന്തുമാത്രം ആദരവോടെയാണ് ദൈവം കാണുന്നത്. ആ മറിയത്തെ എന്തുമാത്രമാണ് ദൈവം ബഹുമാനിക്കുന്നത്. ദൈവം ബഹുമാനിക്കുന്ന മറിയത്തെ നമ്മൾ ബഹുമാനിക്കണ്ടേ? ഈ പെന്തക്കോസ്തകാരും ദൈവസഭക്കാരും യഹോവ സാക്ഷികളും അതുപോലെ കത്തോലിസം വിട്ടുപോയവരൊക്കെ മറിയത്തെ ആക്ഷേപിക്കുമ്പോൾ അതിന്റെ ഒരു തടയിടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ തിരുവചനങ്ങൾ അവരെ പഠിപ്പിക്കണം. ഞാൻ തിരുവചനങ്ങളെ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് ഉപസംഹരിക്കട്ടെ. ഒന്ന്, ഈ മറിയം എന്ന പരിശുദ്ധ മറിയമേ എന്നാണല്ലോ ഒന്നാമത്തെ വാഴ്ത്തുമൊഴി. അല്ല, മറിയം എന്ന വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഉപസംഹരിക്കുകയാണ്. മിറിയാം എന്നാണ് മോശയുടെ പെങ്ങളുടെ പേര്. അതിൽ നിന്ന് മറിയം, അതിന് പ്രിയപ്പെട്ടവൾ, സ്നേഹിക്കപ്പെട്ടവൾ, ഉയർത്തപ്പെട്ടവൾ എന്നൊക്കെ അർത്ഥം. ഒന്നാമത്തെ അർത്ഥം. അരാമിയ സുറിയാനി ഭാഷയിലെ നാഥൻ എന്നർത്ഥമുള്ള മാർ റാഫേൽ തട്ടിൽ മാർ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപമാണ് മറിയം. രണ്ടാമത്തെ അർത്ഥം നാഥ എന്നാണ് അർത്ഥം. അരാമിയ ഭാഷയിലെ മറിയം ഗ്രീക്കില് മരിയ. മൂന്നാമതൊരു സാധ്യത മറിയം എന്ന വാക്കിന് മാറി എന്ന അരാമിയ വാക്കിന് എന്റെ നാഥ എന്നാണ് അർത്ഥം. ദാനിയേൽ 4:16. യാം എന്നതിന് കടല്, സമുദ്രം എന്നും. അപ്പോൾ മാറി പ്ലസ് യാം, അങ്ങനെ മറിയായി. മാറി പ്ലസ് യാം. അപ്പോൾ എന്റെ സമുദ്രനാഥ എന്നാണ് അർത്ഥം. എന്റെ സമുദ്രനാഥ. അതാണ് ഞാൻ പിന്നീട് പറഞ്ഞത് സ്റ്റെല്ല മാരിസ്, സ്റ്റാർ ഓഫ് ദ സീ. ഈ സമുദ്രനാഥ എന്നതിന് പകരം സമുദ്ര താരകമായി മാറി. അതൊരു ഒരു എവല്യൂഷൻ അവിടെ ഉണ്ട്. മറ്റൊരർത്ഥമാണ് പറഞ്ഞത് വിശുദ്ധ ജെറോം, കാസ്ട്രേൽ, എവ്സേബിയസ് ഒക്കെ മാർ എന്ന വാക്കിന് ബിന്ദു എന്നാണ് അർത്ഥം പറയുന്നത്. ബിന്ദു അല്ലെങ്കിൽ ഒരു തുള്ളി അല്ലെങ്കിൽ കണം. യാം എന്നതിന് സമുദ്രം എന്നർത്ഥം. അപ്പോൾ ഈ മാർ പ്ലസ് യാം, മറിയം എന്നതിന് കടൽ തുള്ളി എന്നാണ് അർത്ഥം. ഡ്രോപ്പ് ഓഫ് ദ സീ. ലത്തീനില് സ്റ്റില്ല മാരിസ്, ദൈവം എന്ന കൃപാസമുദ്രത്തിൽ ആറാടി നിൽക്കുന്ന ബിന്ദുവാണ് മറിയം എന്നർത്ഥം. അതാണ് മാർ പ്ലസ് യാം എന്ന വാക്കിൽ നിന്ന് ആണ് മറിയം വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം. ഇത് സ്റ്റില്ല മാരിസ്, ഡ്രോപ്പ് ഓഫ് ദ സീ, കാലാന്തരത്തിൽ സ്റ്റെല്ല മാരിസ് ആയി, സമുദ്രതാരം. അതായത് ഞാൻ പറഞ്ഞു, ഈ നാവിഗേഷൻ സിസ്റ്റം ഇല്ലാതിരുന്ന കാലത്ത് ആകാശ നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് ഈ കപ്പലൊക്കെ ഓടിച്ചിരുന്നത്. അപ്പൊ നമുക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക്, സുരക്ഷിതമായ തീരത്തേക്ക് പോകാനുള്ള ഒരു നാവിഗേഷൻ, അതാണ് മറിയം. നമ്മുടെ ആത്മീയ യാത്രയിൽ വചനത്തിൽ വളരാൻ, പരിശുദ്ധാത്മാവിൽ വളരാൻ ഏറ്റവും ഉത്തമമായ മാതൃക, നമുക്ക് എപ്പോഴും നോക്കി ഉറപ്പിക്കാവുന്ന മാർഗം അത് മറിയമാണ്. അതുകൊണ്ടാണ് അവളെ സ്റ്റെല്ല മാരിസ്, സ്റ്റാർ ഓഫ് ദ സീ എന്ന് വിളിക്കുന്നത്. എല്ലാം ബിബ്ലിക്കലാണ്. അപ്പൊ മറിയം എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നു അതാണ് ഇപ്പൊ നമ്മൾ ധ്യാനിച്ചത്. ഇത് ധ്യാനിച്ചുകൊണ്ട് വേണം ഈ ലുത്തിനെ ചൊല്ലാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ധ്യാനിക്കാനായിട്ട് തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച് പ്രചരിപ്പിക്കണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അത് പുസ്തകം കിട്ടാനുള്ള നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് വീണ്ടും കൊടുക്കാം. ചിലരൊക്കെ ചോദിച്ചിരുന്നു. ആ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് കിട്ടും. ഈ പുസ്തകം പ്രചരിപ്പിക്കുന്നത് മറിയത്തുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. മറിയത്തിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക്, മറ്റു മതസ്ഥരുടെയും ഈ സഭ വിട്ടുപോയിട്ടുള്ളവരുടെയും ആക്രമണങ്ങൾക്ക് തടയിടാനും ഈ പുസ്തകം പ്രചരിപ്പിക്കുന്നത് ഉപകരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരുവചന ജപമാല എന്ന് ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. മറിയത്തോടും പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മൾ പറയുകയാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് 5:8 പറഞ്ഞിട്ടുണ്ട്. വെളിപാട് 8:1 മുതൽ 4 വരെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ എന്ന് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെങ്കിൽ പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടേ? ഏക മധ്യസ്ഥനുണ്ടെന്ന് കരുതിയിട്ട് മറ്റു മധ്യസ്ഥന്മാരുടെ ഒരു റോളും തിരുവചനങ്ങൾ റദ്ദ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് 5:8 വെളിപാട് 8:1 മുതൽ 4 വരെയും പറഞ്ഞിരിക്കുന്നത് തിരുവചനത്തിലുള്ളതാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്ന അതേ ബൈബിളിൽ തന്നെയാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകളും വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ മറിയത്തിന്റെ പ്രാർത്ഥന നമുക്ക് വേണം.
വിശുദ്ധരിൽ വിശുദ്ധയാണ് മറിയം. അവൾ പരിശുദ്ധ മറിയമാണ്. മറിയം എന്ന വാക്കിന് എന്തുമാത്രം അർത്ഥങ്ങളാണ് ഉള്ളത്. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ലുത്തിനെ ചൊല്ലുമ്പോൾ, പരിശുദ്ധ മറിയമ്മയും ചൊല്ലുമ്പോൾ, ഒരു സെക്കൻഡ് നമ്മൾ നിന്നിട്ട് ഈ പെട്ടെന്ന് ഇതൊന്ന് ധ്യാനിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ ഇതുപോലൊരു ചെറിയ വ്യാഖ്യാനം കൊടുത്തിട്ട് കൊന്ത തുടങ്ങുന്നതിന് മുമ്പ് ഓരോ വാഴ്ത്തുമൊഴികളുടെയും വ്യാഖ്യാനം കൊടുത്തിട്ട് കൊന്ത ചൊല്ലിയാൽ അതൊരു പ്രബോധനവും പ്രാർത്ഥനയുമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചന ധ്യാനം ക്ലാസ് 36. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 21 മുതൽ 26 വരെ വചനങ്ങൾ. മത്തിയാസ് യൂദാസിന്റെ മെത്രാൻ സ്ഥാനം ഒഴിവ് വന്നപ്പോൾ അത് നികത്താൻ വേണ്ടി ഉള്ള തെരഞ്ഞെടുപ്പാണ്. ഇത് നമുക്കെല്ലാം, നമ്മുടെ സഭയിലെ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഒരു മാതൃകയാകേണ്ട ഒരു തിരുവചന പാഠമാണ്. അപ്പൊ നമുക്കൊന്ന് കേൾക്കാം. അതിനാൽ യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ കർത്താവായ യേശു നമ്മുടെ ഇടയിൽ സഞ്ചരിച്ച കാലം മുഴുവൻ ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുവൻ ഞങ്ങളോടൊപ്പം അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായിരിക്കണം. അങ്ങനെ അവർ യൂസ്തോസ് എന്ന് മറുപേരുള്ള ബർസബാസ് എന്ന യോസഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർദ്ദേശിച്ചു. പിന്നെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, സകല ഹൃദയങ്ങളെയും അങ്ങ് അറിയുന്നുവല്ലോ. തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദാസ് ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷ പദവിയും അപ്പസ്തോല സ്ഥാനവും സ്വീകരിക്കേണ്ടതിന് ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരണമേ. അവർ അവരുടെ പേർക്ക് കുറിയിട്ടു. മത്തിയാസിന് കുറി വീഴുകയും അവൻ 11 അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയും ചെയ്തു. മത്തിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഇസ്രായേൽ ഗ്രഹം മുഴുവന്റെയും തുടർച്ചയിലാണ്. അത് സ്ലീഹന്മാരുടെ നടപടി 2:36 കാണാം. ഇസ്രായേൽ ഗ്രഹം മുഴുവന്റെയും തുടർച്ചയിലാണ് യേശുവും സഭയും നിലകൊള്ളുന്നതെന്ന് വ്യക്തമാക്കുകയാണ് 12 എന്ന സംഖ്യയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിലൂടെ. 12-ൽ 1 കൊഴിഞ്ഞുപോയി യൂദാസ്. അപ്പൊ അത് നികത്താനായിട്ട് നടപടികൾ എടുക്കുകയാണ്. പെന്തക്കൊസ്തായിലെ സഭയുടെ ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് ഈ 12 പേരിൽ ഒരു പേരുടെ ആ ഒഴിവ് നികത്തണം. അത് അത്ര പ്രധാനപ്പെട്ടതാ. 12 വളരെ പ്രധാനപ്പെട്ടതാ. യേശുവും സഭയും നിലനിൽക്കുന്നത് ഇസ്രായേൽ ഗൃഹം മുഴുവന്റെയും തുടർച്ചയിലാണ്. 12 പേരുടെ ശ്ലൈഹ്യ സ്ഥാനത്തെക്കുറിച്ചുള്ള പ്രമാണ രേഖയാണ് ഈ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ. എന്താണ് പറയുന്നത്? യേശുവിന്റെ ഭൗമിക ശുശ്രൂഷയുടെ ദൃക്സാക്ഷികളാണ് അപ്പസ്തോലന്മാര്. യേശുവിന്റെ ദൈവം മനുഷ്യനായി വന്ന ആളുടെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ സാക്ഷികളായിരിക്കണം ഈ ശ്ലൈഹി സ്ഥാനം ലഭിക്കാനായിട്ട് ഉള്ള വ്യവസ്ഥ. ദൈവം മനുഷ്യനായി വന്ന ഈ ഭൂമിയിലെ സ്നാപകന്റെ സ്നാനം മുതല് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട നാള് വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം ഈ യൂദാസിന്റെ ഒഴിവ് നികത്താൻ വേണ്ടി ഉള്ളത്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ഭൗമിക ശുശ്രൂഷയ്ക്ക് നേർസാക്ഷ്യം, ദൃക്സാക്ഷികളായിരുന്ന ആളുകളിൽ ഒരാളായിരിക്കണം സ്ലീഹ അല്ലെങ്കിൽ അപ്പസ്തോലൻ. ഇതാണ് പത്രോസ് നിർവചനമായി നിശ്ചയിച്ചത്. ഇത് പത്രോസ് നിശ്ചയിച്ച നിർവചനമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, സഭാതലവന്റെ നിർവചനമാണ്. ഈ തിരുവചനങ്ങൾ സഭാ നേതൃത്വത്തിന്റെ അധികാരവും പാരമ്പര്യവും ആവിഷ്കരിക്കുന്നുണ്ട്. ഇല്ലേ? സഭാ നേതൃത്വത്തിന്റെ അധികാരം, പത്രോസിന് അങ്ങോട്ട് നിർവചനം നൽകാൻ അധികാരമുണ്ട്. അത് ആ പാരമ്പര്യം സഭയിലുണ്ട്. മാത്രമല്ല അത് സഭാംഗങ്ങൾ മുഴുവൻ അംഗീകരിക്കുകയും ചെയ്തു. സഭാ നേതൃത്വത്തെ സഭാംഗങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ഈ നിർവചനത്തെ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ആ നിർവചനത്തെ മാറ്റിയിട്ടുള്ളത്. അത് പൗലോസ്ലീഹയ്ക്ക് വേണ്ടിയാ. പൗലോസ്ലീഹ ആ നിർവചനം ഒന്ന് പരിഷ്കരിക്കുന്നുണ്ട്. ഉത്ഥിതനായ യേശു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരാളെ നിയമിച്ചാലും മതി അപ്പസ്തോലനാകാൻ എന്നാണ് പൗലോസ് പുനർനിർവചനം നടത്തിയത്. ഗലാത്യ ലേഖനം 1:1. എങ്കിലും അങ്ങനെയുള്ള ഒരാൾക്ക് 12 പേരിൽ ഒരുവനാകാൻ കഴിയില്ല. 12 പേരിൽ ഒരുവനാകാൻ അത് പോരാ. 12 പേരിൽ ഒരുവനാകാൻ യേശുവിന്റെ ഭൗമിക ജീവിതത്തിന്, അവന്റെ ഭൗമിക പരസ്യ ജീവിതത്തിന്, കുരിശുമരണത്തിന്, തിരുവുത്ഥാനത്തിന്, സ്വർഗസമഗമനത്തിന് സാക്ഷിയായ ഒരാൾക്ക് 12 പേരിൽ ഒരുവനാകാൻ പറ്റും. അപ്പസ്തോലനാകാൻ ഉത്ഥിതനായ കർത്താവിന്റെ നേരിട്ടുള്ള വെളിപാട് കിട്ടിയാലും മതി. ഈ പത്രോസ് നൽകുന്ന നിർവചനം നമുക്ക് ഒന്നുകൂടി നോക്കുക.
യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് കർത്താവ് സ്വർഗത്തിൽ എടുക്കപ്പെടുന്നത് വരെ നമ്മുടെ ഇടയിൽ അവൻ സഞ്ചരിച്ചിരുന്ന കാലം മുഴുവൻ യേശു ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സദ്വാർത്ത ആരംഭിക്കുന്നത് സ്നാപയോഹനന്റെ പ്രഭാഷണത്തിലാണ്. അത് അത്തിച്ച് കൈവരിക്കുന്നത് യേശുവിന്റെ സ്വർഗാരോഹണത്തിലാണ്. എങ്കിലും അത് അവിടെ അവസാനിക്കുന്നില്ല. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടവൻ ദ്വിതീയാഗമനത്തിലൂടെ തിരിച്ചു വരുന്നത് വരെ പരിശുദ്ധാത്മാവിന്റെ തുണയിൽ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്ന സഭയിലൂടെ ആ സദ്വാർത്ത ലോകത്തെ മുഴുവൻ അറിയിക്കണം. കാരണം യേശുവിന്റെ ഉയർത്തപ്പെടൽ മനുഷ്യവംശത്തിന്റെ ഉയർത്തപ്പെടലാണ്. അതുകൊണ്ടാണ് ഈ യേശുവിന്റെ ഭൗമിക ജീവിതത്തിന് സാക്ഷികളായിരുന്നവര് അവരും അവരുടെ സഭയും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ കർത്താവിന്റെ ഈ സദ്വാർത്ത ലോകത്തെ അറിയിക്കണം. കാരണം ക്രിസ്തുവിന്റെ ഉയർത്തപ്പെടൽ മനുഷ്യവംശത്തിന്റെ ഉയർത്തപ്പെടലാണ്. യേശുവിന്റെ ശുശ്രൂഷയുടെ മുഴുവൻ വ്യാപ്തിക്കും സാക്ഷിയായ ഒരാളായിരിക്കണം ഒഴിവ് വന്ന അപ്പസ്തോലിക സ്ഥാനം അലങ്കരിക്കാൻ. യേശുവിന്റെ പരസ്യജീവിതത്തിനും പുനരുത്ഥാനത്തിനും സാക്ഷിയായ ഒരാളായിരിക്കണം അപ്പസ്തോലൻ, 12 പേരിൽ ഒരുവൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യവസ്ഥയിലെ ആദ്യത്തിൽ നിന്ന് പരസ്യജീവിതത്തിന് സാക്ഷി ഒഴിവ് നൽകപ്പെട്ട ഏക അപ്പസ്തോലൻ പൗലോസാണ്. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് മഹത്വത്തിലായിരുന്ന യേശുവിനെയാണ് പൗലോസ് കണ്ടത്. ആ നിർവചനത്തിൽ, പത്രോസ് നിർവചനത്തിൽ വേറെ ചില വാക്കുകളുണ്ട്. യേശു നമ്മുടെ സഞ്ചരിച്ചു നടന്നതൊക്കെ പറഞ്ഞുള്ള വാക്കുകൾ. യേശുവിന്റെ വരവും പോക്കും അതാണ് ഉദ്ദേശിക്കുന്നത്. 12 പേരോട് കൂടിയുള്ള യേശുവിന്റെ സഞ്ചാരത്തിൽ യെരൂസലേമിലേക്കുള്ള യാത്രയും കുരിശിന്റെ വഴിയും ഉൾപ്പെടുന്നു. യഹൂദരുടെ ദേശമായ യഹൂദായിലും യെരൂസലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാണ് എന്നും അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നുവെന്നും പത്രോസ് പിന്നീട് പറയുന്നുണ്ട്. 10:39 സ്ലീഹന്മാരുടെ നടപടി. എല്ലാ പ്രവാചകന്മാർക്കും ലഭിച്ച വിധി തന്നെയാണ് യേശുവിനും കിട്ടിയത്. ലൂക്കാസ് 13:33-35. അത് തന്നെയാണ് അവന്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരെയും 13:31 മാനസാന്തരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരെയും 10:41-43 കാത്തിരിക്കുന്നത്. സ്ലീഹന്മാരുടെ നടപടി 7:51-52. നോക്കുക, ഒന്നുകൂടി ഞാൻ പറയാണ്. എല്ലാ പ്രവാചകന്മാർക്കും ലഭിച്ച വിധി തന്നെയാണ് യേശുവിന് കിട്ടിയത്. ലൂക്കാസ് 13:33-35. അതുതന്നെയാണ് അവന്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരെയും കാത്തിരിക്കുന്നത്. സ്ലീഹന്മാരുടെ നടപടി 13:31. അത് തന്നെയാണ് മാനസാന്തരത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നവരെയും കാത്തിരിക്കുന്നത്. സ്ലീഹന്മാരുടെ നടപടി 10:41-43. എസ്തഫാനോസിന്റെ കഥയും അതുതന്നെ, 7-ാമത്തെ അധ്യായം 51-52. അതിന് തയ്യാറുള്ള ഒരാളായിരിക്കണം യൂദാസ് ശേഷിപ്പിച്ചു പോയ മെത്രാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആള്. കണ്ടോ, ഒരു മെത്രാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ട ആള് എങ്ങനെയുള്ള ആളായിരിക്കണം? യേശുവിന്റെ സഞ്ചാരത്തിൽ യെരൂസലേമിലേക്കുള്ള യാത്രയും കുരിശിന്റെ വഴിയുമുണ്ട്. കുരിശിന്റെ വഴി. യഹൂദായിലും യെരൂസലേമിലും അവൻ ചെയ്ത സകലത്തിനും സാക്ഷിയായ പോലെ ആയിരിക്കണം ഒരു മെത്രാൻ. അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. അത് എല്ലാ പ്രവാചകന്മാർക്കും കിട്ടിയ ഒരു വിധിയാണ് യേശുവിനും കിട്ടിയത്. ആ യേശുവിന്റെ വിധി സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരുത്തനെ മെത്രാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാവൂ എന്നാണ് പത്രോസ് ലീഗ പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ മെത്രാന്മാർക്കും അതൊക്കെ ബാധകമാക്കിയാൽ നന്നായിരുന്നു. സാക്ഷിയായിരിക്കണമെന്ന വാക്കിന് ചില സംഭവങ്ങൾ നേരിൽ കണ്ട വ്യക്തി എന്ന് മാത്രമല്ല അർത്ഥം. ഉത്ഥിതന്റെ സാന്നിധ്യത്തിന്റെ ആൾരൂപമായിരിക്കാനാണ്. ഉത്ഥിതന്റെ സാന്നിധ്യത്തിന്റെ ആൾരൂപം, അതാണ് സാക്ഷി. സ്തെഫാനോസ്, പൗലോസൊക്കെ അങ്ങനെയുള്ള സാക്ഷികളാണ്. സ്വന്തം രക്തം കൊണ്ട് രക്തസാക്ഷികളാവുകയും വേണം അവർ. അപ്പോഴാണ് സാക്ഷ്യം കറക്റ്റ് ആകുക. എന്നിട്ട് ഇത് അവര് പ്രാർത്ഥിച്ചിട്ട് കുറിയിട്ടു. ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയ കമ്പോ കല്ലോ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുകയാണ്. ഇതൊരു മാനുഷിക തെരഞ്ഞെടുപ്പല്ല, ഭാഗ്യപരീക്ഷ നടത്തുകയുമല്ല. പ്രത്യുത ദൈവഹിതം കണ്ടെത്താനായി വ്യവസ്ഥാപിതമായി നിശ്ചയിക്കപ്പെട്ട മാർഗമായിരുന്നു ഈ ചീട്ടിടല്. ലേവ്യരുടെ പുസ്തകം 16:7-10 വരെ, സുഭാഷിതങ്ങൾ 16:33. ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവ്യ പുരോഹിതന്മാർക്ക് കർമ്മങ്ങൾ നിശ്ചയിച്ചിരുന്നത് കുറിയിട്ടാണ്. 1 ദിനവൃത്താന്തം 24:31. കത്തോലിക്ക സഭയില്, ക്രിസ്തു ധർമ്മത്തില് ദൈവഹിതം തിരിച്ചറിയാനുള്ള വിചാരശീലത്തിന്റെ ഡിസൈൻമെന്റ് നല്ല മാതൃക ഇവിടെ കാണാം. പല ഘട്ടങ്ങളുണ്ട് ഈ പ്രക്രിയയ്ക്ക്. 1, സഭയുടെ നേതൃത്വം. പത്രോസ് മുൻകൈ എടുക്കുന്നു, സഭയുടെ തലവൻ മുൻകൈ എടുക്കുന്നു. 2, വചന വ്യാഖ്യാനം.
അതായത് യൂദാസിന്റെ ആ മരണത്തിലൂടെ ഉളവായ ആ സാഹചര്യത്തെ, ആ വേക്കൻസി, ആ ഒഴിവിനെ വേദപുസ്തകത്തിൽ തിരുവചനം ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2, 3, ഉദ്യോഗത്തിലേക്ക് പരിഗണിക്കപ്പെടാൻ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ ചില വ്യവസ്ഥകൾ. പിന്നെ 2 ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കുന്നു. 2 ആളുകളുടെ പേരുകൾ. പിന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവം എന്താണ് തീരുമാനിച്ചെന്നറിയാൻ ഷീട്ടിടുന്നു. ദൈവഹിതം വെളിപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കുന്നു. ഇങ്ങനെ 7 ഘടകങ്ങളുള്ള ഒരു വിചാരശീലം, ഡിസൈൻമെന്റിലൂടെയാണ് ദൈവഹിതം സഭ തിരിച്ചറിയുന്നത്. ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ടത് 2 പേര്, അതായത് കുറിയിട്ടത് യുസ്തോസ്, മത്തിയാസ്. 2 പേരെക്കുറിച്ചും കാര്യമായിട്ടൊന്നും നമുക്കറിയില്ല. അപ്പസ്തോലകൻ പത്രോസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥ പാലിച്ചിരുന്നവരാണ് 2 പേരും എന്ന് നമുക്ക് ഉറപ്പാക്കാം. അതിനാൽ അവർ ആദ്യം സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നുവെന്ന് നിഗമനത്തിലെത്താം. യേശു അയച്ച 70 ശിഷ്യന്മാരിൽ ഉൾപ്പെട്ടവരായിരുന്നു ഇവരെന്ന് എവസേബിയൂസ് സഭാചരിത്രത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. യുസ്തോസ് എന്ന് വിളിക്കപ്പെടുന്ന ബെർസബാസ്, യോസഫ് എന്നറിയപ്പെടുന്ന ബെർസബാസ്, സബാസിന്റെ മകൻ എന്നാണ് അർത്ഥം. ബർ സബാസ്, ബർ എന്ന് വെച്ചാൽ മകൻ, സബാസ് പേര്, സബാസിന്റെ മകൻ എന്നർത്ഥം. ശബദത്തിന്റെ മകനെന്നോ ജ്ഞാനത്തിന്റെ മകനെന്നോ ആണ് ഇതിന്റെ ഉരുത്തിരി എന്നർത്ഥം. യൂദാസ് ബെർസബർ എന്നു പേരുള്ള മറ്റൊരു ശിഷ്യനെ നാം കാണുന്നുണ്ട് സ്ലീഹന്മാരുടെ നടപടി 15:22. ഇവ 2 പേരും കൂടപ്പിറപ്പുകളായിരുന്നുവെന്ന് ചില വേദശാസ്ത്രികൾ ഊഹിക്കുന്നുണ്ട്. യുസ്തോസ് എന്ന നാമത്തിന് നീതിമാൻ എന്നാണ് അർത്ഥം. മോശയുടെ ന്യായപ്രമാണം പാലിക്കുന്നതിൽ ജാഗ്രത പാലിച്ചവൻ എന്ന് ധ്വനി. പൗലോസിന്റെ സ്നേഹിതനായ മറ്റൊരു യുസ്തോസിനെ നാം കാണുന്നുണ്ട്. യുസ്തോസ് എന്ന അപരനാമമുള്ള യേശു എന്ന് കൊളോസ് ലേഖനം 4:11 വിളിക്കുന്നുണ്ട്. കോരിന്തോസിൽ തീത്തോസ് യുസ്തോസ് എന്ന പേരിൽ വേറൊരാളുണ്ട് 18:7. അവരൊന്നുമല്ല ഈ യുസ്തോസ്. അപ്പോ ഒരേ പേരിൽ പല ആളുകളുണ്ടായിരുന്നു ആദിമസഭയിൽ. മത്തിയാസ്, മത്തിയാഹു, അതിന്റെ ഗ്രീക്ക് രൂപമാണ് മത്തിയാസ്. കർത്തൃദാനം, അതായത് യാഹ്വയുടെ ദാനം എന്നാണ് വാക്യനർത്ഥം. യാഹ്വേ, മത്തിയാഹു, യാഹ്വയുടെ ദാനം. നാഥൻ, മാഥൻ, മത്താത്ത് എന്നീ വാക്കുകളോട് യാഹ്വയുടെ ചുരുക്കരൂപമായ യാഹു അല്ലെങ്കിൽ യാ എന്നിവ ചേർക്കുമ്പോൾ മത്തിയാഹു അല്ലെങ്കിൽ മത്തിയാസ്, മത്തിയ എന്നൊക്കെ കിട്ടുന്നു. മത്തിയാസ് 11 അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതോടെ മൊത്തം 12 പേരായി. യേശു രൂപം കൊടുത്ത മൗലിക സമുദായമായി. അപ്പോൾ മിശിഹായ്ക്ക് ചുറ്റും പുനരുദ്ധരിക്കപ്പെട്ട ഇസ്രായേലിനെയാണ് ഈ 12 പേര് പ്രതിനിധാനം ചെയ്യുന്നത്. ലൂക്കാസ് 22:30, വെളിപാട് 21:12-14, കത്തോലിക്ക സഭയുടെ മതബോധനം 765. മത്യാസ് വീണ്ടും നടപടി പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ലൂക്കാസിനെ സംബന്ധിച്ചിടത്തോളം അപ്പസ്തോലന്മാരുടെ 12 എന്ന സംഖ്യ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മത്യാസൻ തെരഞ്ഞെടുത്തതോടെ പൂർത്തിയായി. പിന്നീടുള്ള സഭാജീവിതത്തിൽ 12 സ്ലീഹന്മാർ എന്ന സംഖ്യ തുടരേണ്ടതില്ല. അതുകൊണ്ടാണ് 12 പേരിൽ ഒരുവനായ യാക്കോബ് രക്തസാക്ഷിയായിട്ട് മരിച്ചപ്പോൾ 12 എന്ന സംഖ്യ പൂർത്തിയാക്കാനായി വേറെ ആളെ തെരഞ്ഞെടുക്കാതിരുന്നത്. അതേസമയം പിൽക്കാല സഭാജീവിതം നയിക്കാനും മേയിക്കാനും 12 സ്ലീഹന്മാർക്ക് പിൻഗാമികളായി മെത്രാന്മാരെ വാഴിക്കുന്നുണ്ട് താനും. നടപടി 20:28 കാണാം. ചുരുക്കത്തില് ഈ യൂദാസിന്റെ മരണം സൃഷ്ടിച്ച ആ ഒഴിവ് നികത്താൻ സഭാ നേതൃത്വമാണ് മുൻകൈയെടുത്തത്. പത്രോസാണ് മുൻകൈയെടുത്തത്. അതിനൊരു പ്രക്രിയ ഉണ്ടായിരുന്നു. അത് സഭയ്ക്ക് പിന്നീട് നേതാക്കന്മാരെ, മെത്രാന്മാരെ തെരഞ്ഞെടുക്കുമ്പോഴും കർദിനാൾമാരെ തെരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു മാതൃകയാണ്. ഇതാണ് ഈ മത്തിയാസിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്നും നമുക്ക് പഠിക്കാവുന്നത്. മാത്രമല്ല, മത്തിയാസ് ഈ യൂദാസിന്റെ മറ്റൊരു സാധ്യത കൂടിയാണ് പറയുന്നത്. ഈ യൂദാസ് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ഉപേക്ഷിച്ച് പോയാലും ഒരു പ്ലാൻ ബി കർത്താവിനുണ്ടായിരുന്നു. ആ പ്ലാൻ ബി ആണ് മത്തിയാസ്. അതായത് ദൈവത്തിന്റെ പദ്ധതി യൂദാസ് ഒറ്റിക്കൊടുത്തു, ആത്മഹത്യ ചെയ്തു, അങ്ങനെയൊക്കെ മരിച്ചു പോയാലും കർത്താവിന്റെ പദ്ധതി അത് മുന്നോട്ട് പോകുന്നതിന് ഒരു പ്ലാൻ ബി, ആ പ്ലാൻ ബിയുടെ ഭാഗമാണ് ഈ മത്തിയാസിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയാം. കർത്താവിന്റെ പദ്ധതി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം വൈദിക കലാപവും രൂപതകളുടെ പുനഃക്രമീകരണവും 2017 നടക്കേണ്ട രൂപതകളുടെ പുനഃക്രമീകരണം നടന്നത് 2025 ഓഗസ്റ്റിലെ സിനഡിലാണ്. എന്തുകൊണ്ടാണ് ഈ 8 സംവത്സരങ്ങൾ നീണ്ടുപോയത്? എറണാകുളം വൈദിക കലാപം എന്നാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. എറണാകുളം വൈദിക കലാപം എന്ന് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ അറിയപ്പെടുക. അതിന്റെ ദൂഷ്യവശങ്ങൾ നാം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം എന്ന് പറഞ്ഞാൽ സീറോ മലബാർ വിശ്വാസികൾ മാത്രമല്ല, വ്യക്തിങ്കാരും സീറോ മലങ്കരയും ലോകത്തുള്ള ക്രൈസ്തവരും മുഴുവൻ, പ്രത്യേകിച്ച് കത്തോലിക്കരും മുഴുവൻ. എറണാകുളത്തെ ഈ പ്രശ്നം ലോകം മുഴുവനും അറിയപ്പെടുന്നു. നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും പോയാലും ഈ പ്രശ്നം അവിടെയൊക്കെ അവർ ചോദിക്കും, എന്താണ് കേരളത്തിലെ പ്രശ്നം, എന്താണ് കേരളത്തിലെ സഭയിലെ പ്രശ്നം, എന്താണ് ഇന്ത്യയിലെ സഭയിലെ പ്രശ്നം. അതെല്ലാം ഇങ്ങനെ ഇന്റർനാഷണൽ മീഡിയാസിലടക്കം ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ എറണാകുളം വൈദിക കലാപം നമുക്കുണ്ടാക്കിയ നഷ്ടങ്ങൾ, നമ്മുടെ ഭാവിയെ നഷ്ടപ്പെടുത്തിയത്, അത് വളരെയേറെയാണ് ആ നഷ്ടം. 2017 സെപ്റ്റംബർ മാസത്തിലാണ് സീറോ മലബാർ സഭയ്ക്ക് ഇന്ത്യ മുഴുവനിലും തനത് റീതിയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരം ലഭിച്ചത്. 2 മാസം കഴിഞ്ഞ് 2017 നവംബർ 12 മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലിനെ കൂരിയ മെത്രാനായി അഭിഷേകം ചെയ്ത അവസരത്തിൽ അന്നത്തെ പൗരസ്ത്യ സംഘത്തിന്റെ അധ്യക്ഷനായിരുന്ന കർദിനാൾ ലയനാർദോ സാന്ദ്രി പിതാവിന്റെ ഒരു സന്ദേശം വായിക്കുകയുണ്ടായി. സീറോ മലബാർ സഭയുടെ ട്രിബ്യൂണലിന്റെ പ്രസിഡന്റായിരുന്ന ഫാദർ ജോസ് ചെറമേലാണ് ആ സന്ദേശം വായിച്ചത്. സന്ദേശത്തിലൊരു വാചകം ഇങ്ങനെയായിരുന്നു: വിത്തിൻ ഇന്ത്യ there is a significant reorganization underway as the synod takes on the responsibility for the Syro Malabar faithful. Within India, there is a significant reorganization underway as the synod takes on responsibility for the Syro Malabar faithful. ഇന്ത്യയിൽ സീറോ മലബാർ വിശ്വാസികൾക്ക് വളരെ പ്രാധാന്യമേറിയ ഒരു പുനഃക്രമീകരണം ആരംഭിച്ചു കഴിഞ്ഞെന്ന് പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ നമ്മെ അറിയിക്കുന്നു. 2017 നവംബർ 12. എന്നാൽ എന്ത് സംഭവിച്ചു? ഞാൻ ഉള്ളു പിളർന്ന ഓർമ്മകൾ എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്ത ആ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 2017 നവംബർ 12 ഇത് അറിയിച്ചു. 2017 ഡിസംബർ ലോകം മുഴുവൻ സമാധാനത്തിന് പെരുന്നാളായ ക്രിസ്മസിന് ഒരുങ്ങവേ എറണാകുളം അങ്കമാലി അതിരൂപതയില് ഒരു വിഭാഗം വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും സഭാതലവനായ ആലഞ്ചേരി പിതാവിനെതിരെ ഭൂമി കുംഭകോണ കേസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ഭൂമിയോ കുംഭമോ കോണകമോ ഇല്ലാത്ത ഒരു കേസ്. എങ്കിലും അതൊരു വൈദിക കലാപമായി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ഇടയ്ക്കിടെ ചാറിയും കനത്തും അത് അന്തരീക്ഷത്തിൽ നിലനിർത്താനും അവർക്ക് കഴിഞ്ഞു. സത്യവിശ്വാസികളെയും പൊതുസമൂഹത്തെയും ആശയക്കുഴപ്പത്തിലാക്കുന്നതിൽ അവർ വിജയിച്ചു. സുറിയാനി സഭയിൽ സത്യം അറിയാവുന്ന ചിലരുണ്ടായിരുന്നു. അവരുടെ ചങ്കിലെ ചോര പൊടിഞ്ഞുകൊണ്ടിരുന്നു. നായകനെ നഷ്ടപ്പെടുമല്ലോ, സഭാതലവനെ നഷ്ടപ്പെടുമല്ലോ, നമ്മൾ അനാഥമാകുമല്ലോ എന്നെല്ലാം വിറയാർന്ന സ്വരത്തിൽ സത്യവിശ്വാസികളെ വിലപിച്ചുകൊണ്ടിരുന്നു. ഒരു ജനതയുടെ ആകെ പ്രാണസങ്കടത്തിന്റെ കടലിരമ്പം കേട്ടിട്ടും സഭയുടെ ഇടയന്മാരെന്ന് ഇടയലേഖനത്തിൽ മാത്രം കുറിക്കുന്ന മെത്രാന്മാർ അജഗണത്തെ ചെന്നായ്ക്കൾ കൊന്നു തിന്നോട്ടെ എന്ന ഒരു മാനസിക നിലയിലേക്ക് എത്തിയിരുന്നു. തങ്ങളുടെ സഭാ നേതാവിന് ചുറ്റും കാവലൊരുക്കാനോ അദ്ദേഹത്തിന് നിഷ്കളങ്കത ലോകത്തോട് വിളിച്ചു പറയാനോ ഒരു ഇടയനും മുന്നോട്ട് വന്നില്ല. എന്റെ പ്രാണസ്നേഹിതനാണ്, എന്നോടൊപ്പം ഒരേ പാത്രത്തിന് ഭക്ഷണം കഴിച്ചവനാണ് എനിക്കെതിരെ കുതികാലി ഉയർത്തി നെഞ്ചത്ത് ചവിട്ടിയത് എന്ന് കർത്താവ് പറഞ്ഞ വചനം ആലഞ്ചേരി പിതാവും ഹൃദയത്തിൽ തൊട്ട് പറയുന്നുണ്ടായിരിക്കണം. വിമത വൈദികരും മുന്നേറ്റക്കാരും മെത്രാന്മാരടക്കം കുതികാലുയർത്തി സഭയുടെ തലവന്റെ നെഞ്ചത്ത് ചവിട്ടി. ഇങ്ങനെ വിമത വൈദിക കലാപം മൂർച്ഛിച്ചതോടെ രൂപതകളുടെ പുനഃക്രമീകരണം മാറ്റിവെച്ചു. ഇപ്പോൾ 2025 ഓഗസ്റ്റില്
8 സംവത്സരങ്ങൾക്ക് ശേഷം അത് നടപ്പിൽ വരുത്തുന്നു. കേരളത്തിന് വെളിയിൽ വിവിധ രീതികളിൽ വിവിധ സ്ഥലങ്ങളിൽ പരസ്പര ബന്ധമോ ഏകോപനമോ ഇല്ലാതെ ചിതറിക്കിടക്കുന്ന സീറോ മലബാർ രൂപതകളെ പുനഃക്രമീകരിച്ച് 4 സഭാ പ്രവിശ്യകളാക്കി മാറ്റിയിരിക്കുന്നു. തീർച്ചയായും ഉത്തരേന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന മതപീഡനങ്ങൾ ഒരു പക്ഷേ ഈ പെട്ടെന്നെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക കലാപവും അൽമായ മുന്നേറ്റക്കാരുടെ ലഹളയും നിമിത്തം സഭയ്ക്കുണ്ടായ മാനഹാനിയും ധനനഷ്ടവും എത്രയെന്ന് നിർണയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എറണാകുളത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സത്യവിശ്വാസികളുടെ താല്പര്യങ്ങളെക്കാൾ ഏതാനും വിമതരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഭാ നേതൃത്വം കാണിക്കുന്ന ശുഷ്കാന്തിയുടെ അർത്ഥം എന്താണ്? വാസ്തവം പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് ഇതൊരു പ്രഹേളികയാണ്, ഉത്തരം കിട്ടാത്ത ചോദ്യം. അതിനാൽ അവർ പല ഊഹാപോഹങ്ങൾ മെനയാൻ നിർബന്ധിക്കപ്പെടുന്നു. അത്തരം കഥകളും മെത്രാന്മാരുടെ മാനം കെടുത്തുന്നു, സഭയുടെ അന്തസ്സ് കെടുത്തുന്നു, സഭാ നേതൃത്വത്തിലിരിക്കുന്ന മെത്രാന്മാരുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്നു. തീർന്നില്ല. അടുത്ത ഒരു വൈദിക കലാപത്തിനും അൽമായ മുന്നേറ്റ ബഹളത്തിനും തുടക്കം കുറിക്കാനുള്ള കാരണങ്ങൾ ഇപ്പോഴത്തെ സിനഡിന്റെ 2025 ഓഗസ്റ്റ് സിനഡിന്റെ സർക്കുലറിൽ ഉണ്ട്. വിശേഷിച്ച് 2 പ്രസ്താവനകൾ. ഒന്നാമത്തത്, പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരേണ്ടതാണ്. എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവര് പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഈ സമവായ മാർഗരേഖ അതൊരു സമവായ മാർഗരേഖയൊന്നുമല്ല, എങ്കിലും തത്വത്തിൽ അങ്ങനെ പറയപ്പെടുന്ന സംഗതി അത് പൊളിയും. ഇവർ തമ്മിലൊരു എഗ്രിമെന്റ് എന്താണ്? ഏകീകൃത കുർബാന ഇങ്ങനെ അർപ്പിച്ചു വരും, ഘട്ടം ഘട്ടമായി ചൊല്ലി വരും എന്നൊരു എഗ്രിമെന്റ് ഉണ്ടെന്നാ പറയുന്നേ. ആ എഗ്രിമെന്റ് ഇല്ലെന്നാണ് ഈ കഴിഞ്ഞ ദിവസം മുന്നേറ്റ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. അതായത് ഈ പറഞ്ഞ കാര്യം, പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു എന്ന കാര്യം നിങ്ങൾ പിൻവലിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പള്ളികളിൽ പോലും ഞങ്ങൾ നിർത്തലാക്കും. ഞാൻ 2 ചോദ്യങ്ങൾ ഇന്നലെ ചോദിച്ചിരുന്നു. എല്ലാ പള്ളികളിലും ചൊല്ലാമെന്നല്ല ഇവർ എഗ്രിമെന്റ് ആയിരുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് പകുതി പള്ളികളിൽ പോലും ചൊല്ലുന്നില്ല? ഏകീകൃത കുർബാന ചൊല്ലും എന്നല്ലേ വ്യവസ്ഥയായിരുന്നത്? കൂരിയെ മാറ്റുന്നതിന് വ്യവസ്ഥയായിട്ട് പറഞ്ഞതാണ് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന ചൊല്ലാം. അത് എഗ്രിമെന്റ് ആണെന്നാ പറഞ്ഞേ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞ് എന്തുകൊണ്ടാണ് പകുതി പള്ളികളിൽ ഏകീകൃത കുർബാന ചൊല്ലാത്തത്? ഇനിയിപ്പോൾ അവിടെയും കൂടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തും ഞങ്ങൾ നിർത്തലാക്കുമെന്ന് മുന്നേറ്റക്കാരൻ പറയുന്നത് എന്തുകൊണ്ട്? അപ്പൊ അടുത്തൊരു ബഹളത്തിന് കാരണമായി. അത് കാരണമുണ്ടാക്കുകയാണ്. അതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നത്? എന്താണ് ഈ കലാപം അവസാനിക്കാത്തത്? അതിന് ഞാൻ ഏറ്റവും അവസാനം ഉത്തരം പറയാം. രണ്ടാമത് ഈ സർക്കുലറിൽ, ഇപ്പോഴത്തെ സിനഡിന്റെ സർക്കുലറിൽ ഒരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സീറോ മലബാർ സഭ ഒരു തികഞ്ഞ പൗരസ്ത്യ സഭയാണ്. പുരാതനമായ അതിന്റെ പൈതൃകങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് സാർവത്രിക സഭയിൽ അതിന്റെ ദൗത്യം നിറവേറ്റേണ്ടത്. ഈ ബോധ്യത്തിൽ നാം വളരേണ്ടതുണ്ട്. പൗരസ്ത്യ സഭകളുടെ ജൂബിലി വത്സരത്തിൽ ലയോ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: പൗരസ്ത്യ സഭകൾക്ക് സാർവത്രിക സഭയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ വളരെ വലുതാണ്. നിങ്ങളുടെ ആരാധനക്രമത്തിൽ സജീവമായി നിലനിൽക്കുന്ന ദിവ്യ രഹസ്യാത്മകതയുടെ ഭാവങ്ങൾ വീണ്ടെടുക്കേണ്ടത് ഈ കാലയളവിന്റെ ആവശ്യമാണ്. പൗരസ്ത്യ ആരാധനക്രമങ്ങളെ വീണ്ടെടുക്കുകയും നിലനിർത്തുകയും ചെയ്യണം. പ്രായോഗികതയുടെയോ സൗകര്യത്തിന്റെയോ പേരിൽ അവയെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ സഭയുടെ പൗരസ്ത്യ തനിമയും ആരാധനാക്രമത്തിന്റെ വൈശിഷ്ട്യവും പഠിക്കാൻ നാം തയ്യാറാകണം. അപ്പോൾ ഐക്യശ്രമങ്ങൾ ഫലവത്താകും. മാർപ്പാപ്പയുടെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് സിനഡ് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സഭയുടെ സ്റ്റാൻഡ്. വാക്കുകളിലുണ്ട്, ഈ പ്രവൃത്തിയിൽ വരുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ വാക്കുകളിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു വാചകം നോക്കുക: പ്രായോഗികതയുടെയോ സൗകര്യത്തിന്റെയോ പേരിൽ നഷ്ടപ്പെടുത്തരുത്. അതായത് ലിറ്റർജിക്കൽ വേരിയന്റിന് സ്ഥാനമില്ല എന്ന സൂചനയുണ്ട്.
ഇത് മതി അവർക്ക് മറ്റൊരു സമരത്തിന് ഇറങ്ങാൻ. ഇത് മതി. അതായത് സഭയുടെ തുടക്കം തൊട്ടുള്ള മുകളിൽ തൊട്ട് അടിവരെയുള്ള എല്ലാ സംവിധാനങ്ങളും ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമവായം സമ്മതിച്ചത് എന്ന് മുന്നേറ്റ നേതാവ് പറയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് പിന്നെ ഈ മുകളിൽ തൊട്ടുള്ള എല്ലാ സംവിധാനം ചർച്ച ചെയ്തിട്ട് അംഗീകരിച്ചതാണെങ്കിൽ, സമ്മതിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് പകുതി പള്ളികൾ ചൊല്ലുകയും ബാക്കി പള്ളികൾ ചൊല്ലാതിരിക്കുകയും ചെയ്യുന്നെന്ന് ഞാൻ ചോദിച്ചു. അതിന് ഉത്തരം കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പൊ ഇതൊക്കെ ഒരു അടവാണ്, തട്ടിപ്പാണ്, ഒരു നിഗൂഢ അജണ്ടയുടെ ഭാഗമാണ്. ഇനി സമരത്തിന് ഇറങ്ങിയാലും ഉടനെ തന്നെ ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ച് തരരുത് എന്ന ചിന്തയും ഇവർക്കുണ്ട്. സമരത്തിന് ഇറങ്ങിയാലും ഉടനെ തന്നെ ഈ ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ച് തരരുത്. ഇത് കുറെ വർഷത്തേക്ക് ഇങ്ങനെ പോകണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകണമെന്ന് പറയുന്നത്? ഓരോ സമരവും പണസമ്പാദന മാർഗമാണ്. അതുകൊണ്ട് ഈ സമരം, ഈ വൈദിക കലാപവും മുന്നേറ്റ ലഹളയും അവസാനിപ്പിക്കാൻ അവർ തയ്യാറല്ല. ഓരോ സമരവും അവർക്ക് ധനാഗമ മാർഗമാണ്, ധനസമ്പാദന മാർഗമാണ്, പണസമ്പാദന മാർഗമാണ്. ഈ മുന്നേറ്റക്കാരുടെ ബഹളങ്ങൾക്ക് വിധേയപ്പെടുന്ന വിമത വൈദികര് തങ്ങളുടെ സ്വന്തം ഭാവി മാത്രമല്ല, അതിരൂപതയുടെ ഭാവി മാത്രമല്ല, സീറോ മലബാർ സഭയുടെ ഭാവി തന്നെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് തടയിടാതെ ഉഴപ്പുന്ന മെത്രാന്മാര് അവരാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിന് മുമ്പില്, ദൈവജനത്തിന് മുമ്പില് ഉത്തരവാദികള്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജിക്കൽ വേരിയന്റ് പാമ്പ്ളാനി പിതാവിന്റെ വാഗ്ദാനമാണോ? ഇതെന്റെ വെറുമൊരു സംശയമാണ്. കഴിഞ്ഞ ഞായറാഴ്ച 2025 ഓഗസ്റ്റ് 31 ചേർത്തല മുട്ടത്തിപ്പറമ്പ് പള്ളിയുടെ കൂദാശകർമ്മം നടത്തിയ പാമ്പ്ളാനി പിതാവിന് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകളുടെ വരികൾക്കിടയിലൂടെ വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു തോന്നലാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. എന്റെ തോന്നല് വായന ശരിയാകണമെന്നില്ല, എങ്കിലും ഒരു സംശയം, ഒരു സന്ദേഹം എനിക്കുണ്ട്. ആ വരികൾക്കിടയിലൂടെ വായിച്ചപ്പോൾ ഞാൻ വികാരിയച്ഛന്റെ വാക്കുകൾ അങ്ങനെ തന്നെ ഇവിടെ പറയാം. അത് കഴിഞ്ഞ് അതിലൊരു 4 കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു നിരീക്ഷണവും ഞാൻ സൂചിപ്പിക്കാം. ആദ്യമേ പറയട്ടെ, വികാരിയച്ഛൻ വളരെ സുന്ദരനും സുമുഖനും പിന്നെ വളരെ പ്രസാദവാനായിട്ടാണ് ഈ കൃതജ്ഞതാ പ്രസംഗം പറയുന്നത്. ഒരു പ്രസംഗം പറയുന്ന രീതിയിലല്ല, സ്വന്തം ഇടവകക്കാരോട്, സ്വന്തം വീട്ടുകാരോട് വിശേഷം പങ്കുവെക്കുന്ന രീതിയിലാണ് അദ്ദേഹം വളരെ ഇൻഫോർമലായി ഹൃദയത്തോട് സംസാരിക്കുന്ന മട്ടിൽ വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളായിട്ട് അത് തീർച്ചയായിട്ടും ഇടവകക്കാർക്ക് അനുഭവപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പ്രസാദാത്മകത വളരെ ഗംഭീരമായിരിക്കുന്നുവെന്ന് വികാരിയച്ഛനെയും ഇടവകക്കാരെയും അറിയിക്കട്ടെ. ഇനി ഞാൻ വികാരിയച്ഛന്റെ വാക്കുകൾ അങ്ങനെ തന്നെ പറയാണ്. വികാരിയച്ഛന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലെ ചില സൂചനകൾ ഞാൻ എന്റേതായ രീതിയിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ വികാരിയച്ഛന്റെ വാക്കുകൾ. ഇന്ന് ഇവിടെ ജനാഭിമുഖ കുർബാന നടക്കാത്തതിന്റെ പേരിൽ നമ്മുടെ ഒത്തിരിയേറെ വൈദികര് ഇങ്ങോട്ട് വരാനായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി അനുവദിച്ച് കിട്ടാൻ വേണ്ടി എത്രയോ നാളുകളായി നമ്മളെല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിനും അത് കൃത്യമായി അറിയാം. പിതാവ് ഞങ്ങളെയെല്ലാം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പിതാവ് ഒരു മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഇവിടെ വരുമ്പോൾ ഈ പ്രശ്നം തീരുമായിരിക്കും. അത്രയേറെ ആഴത്തിലുള്ള പ്രശ്നമാണ്, ചെറിയ പ്രശ്നമൊന്നുമല്ല. നീണ്ടു നിൽക്കുന്ന പ്രശ്നമായി ഇത് നിലനിൽക്കുമ്പോഴും നമ്മുടെ എല്ലാ അച്ഛന്മാരും കാണിക്കുന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദി. എന്നോട് ഒത്തിരിയേറെ അച്ഛന്മാർ പറഞ്ഞു, അൽമായ മുന്നേറ്റക്കാരും മറ്റുള്ളവരും പറഞ്ഞു, പിതാവ് ഇവിടെ വരുമ്പോൾ കുർബാനയിൽ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ
കുർബാനയിൽ ഞങ്ങൾ തടസ്സം സൃഷ്ടിക്കുമെന്ന്. അവർ പക്ഷേ മുട്ടത്തിപ്പറമ്പുകാരോടുള്ള സ്നേഹം കാരണം അത് വേണ്ട എന്ന് വെച്ചതാണ്. തീർച്ചയായും ഞാൻ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. നമ്മുടെ ഈ ദേവാലയം വെഞ്ചരിക്കപ്പെടണം എന്നത് ദൈവത്തിന്റെ ഹിതമാണ് എന്നുള്ള വലിയ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് പിതാവ് ഇവിടെ വരുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നതും പിതാവ് ഇവിടെ വന്ന് ഏത് കുർബാന ചൊല്ലിയാലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ദേവാലയം വെഞ്ചരിക്കപ്പെടണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ വളരെയധികം ശാഠ്യം പിടിക്കുന്ന മനുഷ്യനാണ്. ഇവിടെയുള്ള മനുഷ്യർക്കെല്ലാം അതറിയാം. ചെറിയ കാര്യങ്ങൾക്ക് വരെ ശാഠ്യം പിടിക്കുന്ന മനുഷ്യനാണ്. ഇതുപോലെ ഞാൻ പിതാവിനോടും ശാഠ്യം പിടിച്ചിട്ടുണ്ട്. ഇവിടെ ജനാഭിമുഖ കുർബാനയെ ചൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞ് പിതാവ് അതെല്ലാം മറന്ന് ഇവിടെ വന്ന് ഈ പള്ളി വെഞ്ചരിക്കാൻ മനസ്സ് കാണിച്ചതിന്റെ പേരിൽ എല്ലാ തരത്തിലുള്ള സ്നേഹം പിതാവിനെ അറിയിക്കുകയാണ്. ഇവിടെ വന്നതിന്, പള്ളി വെഞ്ചരിച്ചതിന് ഞങ്ങളുടെ സ്നേഹം പിതാവ് മനസ്സിലാക്കണം. ലിറ്റർജിക്കൽ വേരിയന്റായി നമ്മുടെ ജനാഭിമുഖ കുർബാന നമ്മുടെ അതിരൂപതയിൽ അനുവദിച്ച് കിട്ടാൻ പിതാവിനെ കൊണ്ട് ആവുന്നത് ചാവുന്നത് വരെ ശ്രമിക്കണം. ഞാൻ കരയിൽ പിതാവിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പിതാവെ, കുരിശെടുക്കാൻ തുടങ്ങുകയാണ്. സത്യം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ കുരിശന് നമുക്ക് അനുഭവിക്കാൻ അത് വലിയൊരു ഭാഗ്യമാണ്. കർത്താവിന്റെ കുരിശാണ് എന്ന ചിന്തയോടെ അത് ഏറ്റെടുക്കാൻ പറ്റും. പിതാവ് അതൊക്കെ ഏറ്റെടുത്തു. ഇന്ന് പിതാവ് ആ കുരിശെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടും പിതാക്കന്മാരെല്ലാവരും ആ പിതാവിനെ വലിയ മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ കരിയിൽ പിതാവിനെ പോലെ പാമ്പ്ളാനി പിതാവും ഈയൊരു സത്യത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും നേരെ നിന്നുള്ള കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്ന അനുഭവമുള്ള മനുഷ്യരായി തീരണമെന്ന ആഗ്രഹത്തോടെ വരണമെന്ന കാര്യം പ്രത്യേകമായി പിതാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പിതാവ് വാദിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പിതാവിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ വരാൻ പറ്റാതിരുന്ന വൈദികരോട് ക്ഷമ ചോദിക്കുന്നു. ദൈവജനത്തിന് വേണ്ടിയാണ് ഞാൻ അവരെ ഒറ്റക്കൊടുത്തത് എന്ന കാര്യം കൂടി പറയട്ടെ. അവർക്ക് അങ്ങനെ ഒരു സങ്കടമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ വൈദികരുടെ ഒരു വലിയ ഗണം ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ഇത്രയുമാണ് വികാരിയച്ഛന്റെ വാക്കുകൾ. ഈ വാക്കുകളിലെല്ലാം വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ചില സൂചനകള്, ചില ദുസ്സൂചനകള് ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. എന്റെ തോന്നലുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഒന്നാമത്തെ തോന്നല്, നമ്മുടെ അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി അനുവദിച്ച് കിട്ടാൻ എത്രയോ നാളുകളായി നമ്മളെല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിനും അത് കൃത്യമായി അറിയാം. പിതാവ് ഞങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഇവിടെ വരുമ്പോൾ ഈ പ്രശ്നം തീരുമാനിക്കും. അത്രയേറെ ആഴത്തിലുള്ള പ്രശ്നമാണ്, ചെറിയ പ്രശ്നമൊന്നുമല്ല. വികാരത്തിൽ ഇത് പറയുമ്പോൾ, ഈ വാക്കുകൾ പറയുമ്പോൾ പാമ്പ്ളാനി പിതാവ് ചെറു പുഞ്ചിരിയോടെ തലയാട്ടുന്നുണ്ട്. ഇത് നടക്കില്ല എന്നാണോ ആ തലയാട്ടലിന്റെ അർത്ഥം എന്ന് അറിഞ്ഞുകൂടാ. അതോ ഇതൊക്കെ ഞാൻ നടത്തിത്തരും, സമയമാകട്ടെ എന്നൊരു സമ്മതമാണോ ആ തലയാട്ടലിന്റെ, ചെറു പുഞ്ചിരിയോടുള്ള തലയാട്ടലിന്റെ അർത്ഥമെന്ന് വേർതിരിച്ചെടുക്കാൻ പ്രയാസമുണ്ട്. ഇത് നടക്കാൻ പോകുന്നില്ല എന്നായിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും പാമ്പ്ളാനി പിതാവ് തങ്ങളുടെ ആളാണെന്ന ഒരു ധ്വനി വികാരിച്ചന്റെ വാക്കുകളിലുണ്ട്. വിമത വൈദികരും മുന്നേറ്റക്കാരും തമ്മിലുള്ള ഒരു അന്തർധാരയാണോ ഈ വാക്കുകളിലെ ധ്വനി? ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ച് കിട്ടണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരു അടവ് നയത്തിന്റെ ഭാഗമാണോ ഇപ്പോൾ 3:30-ക്കുള്ള ഈ ഉച്ചയുറക്ക കുർബാന? അത് എല്ലാ പള്ളികളും നടപ്പാക്കും എന്നിവർ സമ്മതിച്ചിട്ടും കുറച്ച് പള്ളികളിൽ, പകുതിയോളം പള്ളികളിലേ ഉള്ളൂ. അവിടെ തന്നെ പലയിടത്തും നിർത്തിക്കളയുന്നു. അപ്പൊ ഇതൊരു അന്തർധാര, ഒരു അടവ് നയം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അടവ് നയത്തിന്റെ ഭാഗമായിട്ട്, അത് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് ഉച്ച കഴിഞ്ഞ് 3:30-ക്ക് ഒരു ഏകീകൃത കുർബാന ചൊല്ലിക്കൊടുക്കുക. ഒന്നുകിൽ ആളുകൾ ഈ അസമയത്തെ കുർബാനയ്ക്ക് വരില്ല. ഒരു കേരളത്തിന്റെ സംസ്കൃതി അനുസരിച്ച് കുർബാനയ്ക്ക് ഒട്ടും ചേർന്നൊരു സമയമല്ല 3:30. അപ്പോൾ ആ സമയത്ത് കുർബാന വെച്ചാൽ ആളുകൾ വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഏകീകൃത കുർബാന താനെ സ്വാഭാവിക മരണത്തിന് വിധേയമാകും. ഇനി കുറച്ച് ആളുകൾ, വല്ലാതെ തീക്ഷ്ണതയുള്ള ആളുകൾ വന്നാലും സാവകാശം അത് ഓരോ വൈദികർക്കും നിർത്തലാക്കാൻ പറ്റും. അതിനുള്ള കഴിവും അടവൊക്കെ നമ്മുടെ വൈദികർക്കുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ മനസ്സമടുത്ത് സഭാവിശ്വാസികൾ പിന്മാറും. അവർക്ക് നേതൃത്വം കൊടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടും
മെത്രാന്മാരെ അവരെ സഹായിക്കാത്തത് കൊണ്ടും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുക്കേണ്ടതുണ്ട് ഓരോ സമരത്തിനും എന്നുള്ളത് കൊണ്ടും അവർക്ക് അധിക നാള് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടെങ്കിൽ, വികാരി മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടെങ്കിൽ, ഞങ്ങളുടെ മെത്രാന് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തിന് എന്ന് ചോദിച്ച് അവർ പിന്തിരിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന മാത്രമാകും. കുറെ നാൾ അങ്ങനെ പോകട്ടെ. അപ്പോൾ അതിന് ലിറ്റർജിക്കൽ വേരിയന്റായി ആ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അംഗീകരിച്ചു തരാം എന്നൊരു ധാരണയുണ്ടോ? വികാരിച്ചതിന് 2 വാക്കുകൾ കൂടി ഇവിടെ ചേർത്ത് വെക്കുമ്പോഴാണ് ഈ വരികൾക്കിടയിലെ വരികൾ ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുക. അദ്ദേഹം വികാരിച്ചൻ പറയാണ്, പിതാവ് ഒരു മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഇവിടെ വരുമ്പോൾ ഈ പ്രശ്നം തീരുമായിരിക്കും. അത്രയേറെ ആഴത്തുള്ള പ്രശ്നമാണ്, ചെറിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പായിട്ട് അദ്ദേഹം വരുമ്പോൾ പ്രശ്നം തീരുമായിരിക്കും. ഇപ്പോൾ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഉണ്ടെങ്കിലും വാസ്തവത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് പോലെ പ്രവർത്തിക്കുന്നത് പാമ്പ്ളാനി പിതാവാണെന്നാണ് കരക്കമ്പി. അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട്. അവർക്കൊരു ലിറ്റർജിക്കൽ വേരിയന്റ് കിട്ടാൻ ഉള്ള ഏറ്റവും നല്ലൊരു പോസിബിൾ, ഏറ്റവും സാധ്യതയുള്ള ഒരു സന്ദർഭത്തിലാണ്, സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നൊരു ധ്വനി വികാരിച്ചന്റെ വാക്കുകളിലുണ്ടോ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. 2, ലിറ്റർജിക്കൽ വേരിയന്റായി നമ്മുടെ ജനാഭിമുഖ കുർബാന നമ്മുടെ അതിരൂപതയിൽ അനുവദിച്ചു കിട്ടാൻ പിതാവിനെ കൊണ്ട് ആവുന്നത് ചാവുന്നത് വരെ ശ്രമിക്കണം. ലിറ്റർജിക്കൽ വേരിയന്റായി നമ്മുടെ ജനാഭിമുഖ കുർബാന നമ്മുടെ അതിരൂപതയിൽ അനുവദിച്ചു കിട്ടാൻ പിതാവിനെ കൊണ്ട് ആവുന്നത് ചാവുന്നത് വരെ ശ്രമിക്കണം എന്ന് വികാരിച്ചും പറയുന്നു. അപ്പോൾ ഈ വാക്കുകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അത് പിതാവ് ഇരിക്കലെയാണ്, പിതാവ് കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ചെറിയ സംശയം, ഇതൊരു അന്തർധാര, ഒരു അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണോ ഈ പ്രസംഗത്തിൽ വികാരിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചത് എന്ന്. രണ്ടാമത്തെ ഒരു നിരീക്ഷണം, വികാരിച്ചന്റെ പ്രസംഗത്തിലെ ഉള്ള രണ്ടാമത്തെ ഒരു നിരീക്ഷണം പറയട്ടെ. നീണ്ടു നിൽക്കുന്ന പ്രശ്നമായി ഇത് നിലനിൽക്കുമ്പോഴും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയില് നമ്മൾ എല്ലാ അച്ഛന്മാരും കാണിക്കുന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദി. എന്നോട് ഒത്തിരിയേറെ അച്ഛന്മാർ പറഞ്ഞു, അൽമായ മുന്നേറ്റക്കാരും പറഞ്ഞു, മറ്റുള്ളവരും പറഞ്ഞു, പിതാവ് ഇവിടെ വരുമ്പോൾ കുർബാനയിൽ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ കുർബാനയിൽ ഞങ്ങൾ തടസ്സം സൃഷ്ടിക്കുമെന്ന്. ഇത് പാമ്പ്ളാനി പിതാവ് കേട്ട് കഴിഞ്ഞു. മേജർ ആർച്ച് ബിഷപ്പും മറ്റു മെത്രാന്മാരും കേൾക്കേണ്ടതാണ്. ഇത്ര നാളും അവർ കുർബാനയെ അവഹേളിച്ചു, ഇനിയും അവഹേളിക്കും, കുർബാന തടസ്സപ്പെടുത്തുമെന്നാണ് പറയണേ. കുർബാന തടസ്സപ്പെടുത്തുമെന്ന്. ഇവിടെ പിതാവ് വരുമ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ആ വാക്ക് തന്നെ അല്ലേ, അതേക്കുറിച്ച് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം. തിരിഞ്ഞു നിൽക്കാൻ ഞങ്ങൾ തടസ്സം സൃഷ്ടിക്കും, കുർബാനയിൽ തടസ്സം സൃഷ്ടിക്കും. എന്തുമാത്രം കുർബാനയിൽ അവർ തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞു, എന്തുമാത്രം ദൈവനിന്ദ നടത്തി കഴിഞ്ഞു, എന്തുമാത്രം പരമപരിശുദ്ധ കുർബാന അവഹേളിച്ചു കഴിഞ്ഞു. ഇനിയും കുർബാനയിൽ തടസ്സം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇത് പിതാവ് ഇരിക്കലെയാണ് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും മകുടവും പരകോടിയുമാണ് എന്നൊക്കെ സർക്കുലറിലും മറ്റും എഴുതി വെച്ചിട്ട് കുർബാന ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും പരകോടിയും മകുടവും കിരീടവുമാണെന്നൊക്കെ എഴുതി വെക്കും. ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ്. എന്നിട്ട് ആ കുർബാനയിലെ പരമപരിശുദ്ധ കുർബാന തടസ്സം സൃഷ്ടിക്കുമെന്നാണ് ഇവര് പറഞ്ഞത്. അപ്പോ ഇത് മെത്രാന്മാര് പാമ്പ്ളാനി പിതാവ് കേട്ടു, മേജർ ആർച്ച് ബിഷപ്പും മറ്റു മെത്രാന്മാരും കേൾക്കണം. ഇതിന് ഇങ്ങനെ അപ്പൊ ഇത് നിങ്ങളൊരു നടപടി എടുക്കാത്തത് കൊണ്ടല്ലേ ഇവര് കുർബാനയെ പിന്നെയും അവഹേളിച്ചു പോകുന്നത്? കുർബാനയെ അവഹേളിച്ച നടപടി എടുക്കണമെന്ന് കാനൂൻ നിയമത്തിലില്ലേ? ആ കാനൂൻ നിയമം നിങ്ങൾക്ക് ബാധകമല്ലേ? അതോ സഭാവിശ്വാസികളെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ കാനൻ ലോ? ഇനി ഇതിനൊരു മറുവശമില്ലേ? ഈ പറഞ്ഞ വികാരിച്ചൻ പറഞ്ഞ വാക്കുകൾക്ക് നിങ്ങൾ തടസ്സം സൃഷ്ടിച്ചാലേ ഞങ്ങൾക്ക് ഇത് ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ച് തരാൻ പറ്റൂ. ഉദയം പേരൊരു ഉദാഹരണം നോക്കൂ. ഒരു പ്രശ്നം സൃഷ്ടിച്ചു, പള്ളി അടച്ചു. ഇനി പള്ളി തുറക്കണമെങ്കിൽ അവിടെ ജനാഭിമുഖം വേണം. അതൊരു ലിറ്റർജിക്കൽ വേരിയന്റ് പോലെ അതിരൂപതയിൽ മുഴുവൻ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു അടവാണ്. ഏകീകൃത കുർബാന മുഴുവനായും നടക്കുന്ന സ്ഥലത്ത് പള്ളി പൂട്ടിയിട്ടോ അല്ലാതെയോ ജനാഭിമുഖം കൊണ്ടുവരാനുള്ള ശ്രമം. അപ്പൊ നിങ്ങൾ പ്രശ്നം സൃഷ്ടിക്കൂ, കുർബാനയ്ക്കിടയിൽ തടസ്സം സൃഷ്ടിക്കൂ. അപ്പോഴേ നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ഇതൊരു ലിറ്റർജിക്കൽ വേരിയന്റായി അനുവദിച്ചു തരാൻ സാധിക്കുകയുമുള്ളൂ എന്നൊരു ധാരണ മെത്രാന്മാരും ഈ
വിമത വൈദികരും ആത്മായ മുന്നേറ്റക്കാരും തമ്മിലുണ്ടോ എന്ന സംശയമാണ് എനിക്കുള്ളത്. നിങ്ങൾ പ്രശ്നം സൃഷ്ടിക്കൂ. കുർബാനിൽ നിങ്ങൾ തടസ്സം സൃഷ്ടിക്കരുത് എന്ന് പിതാവ് മറുപടി പറഞ്ഞോ? ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കുർബാനയല്ല സമരമാർഗം ആക്കേണ്ടത്, സമരമുറയാക്കേണ്ടത് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞോ? പിന്നെ ഇവിടെ പിതാവ് വന്ന് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും വികാരിച്ചൻ പറഞ്ഞ നന്ദിക്ക് അമ്പളാനി പിതാവ് മറുപടി പറയണമെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ വെച്ച് പറയേണ്ട കാര്യമുള്ളതല്ലായിരിക്കാം, ചിലപ്പോ അത് പറയേണ്ടതുമായിരിക്കാം. പക്ഷേ ഞാനാണെങ്കിൽ ചിലപ്പോ പറഞ്ഞേനെ. പക്ഷേ തിരിഞ്ഞു നിൽക്കാന്ന് പറയുന്നത് ഒരു മര്യാദയുള്ള വാക്കാണ്. ജനങ്ങളെല്ലാവരും കർത്താവിനെ നോക്കി നിൽക്കുന്നു, ആ ദിശയിലാണ് ഞാനും നിൽക്കണേ, തിരിഞ്ഞു നിൽക്കുകയല്ല എന്നൊരു വാക്ക് പറയണം ശരിക്കും. കാരണം എല്ലാവരും കർത്താവിലേക്ക് നോക്കി നിൽക്കുന്നു, ഞാൻ നിങ്ങളെ നോക്കി നിൽക്കണോ? കർത്താവിലേക്ക് നോക്കിയല്ലേ നിൽക്കേണ്ടത് എന്ന് ഒരു തിരുത്തല് വേണ്ടതാണ്. ഇവിടെ പിതാവോട് വരുമ്പോൾ കുർബാനിൽ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതെന്തെന്ന് വാക്കാണത്? തിരിഞ്ഞു നിൽക്കല്. ദൈവോന്മുഖമായി നിൽക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ശരിയായനെ. പക്ഷെ അവർക്ക് ദൈവോന്മുഖത്തെ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് തിരിഞ്ഞു നിൽക്കണമാണ്. ദൈവത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്നതാണ് വിമതരുടെ പ്രശ്നം, മുന്നേറ്റക്കാരുടെ പ്രശ്നം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, അതായത് കുർബാനയെ സമരമുറയാക്കരുത് എന്ന് പാമ്പളാനി പിതാവ് പറഞ്ഞിട്ടില്ല. പിന്നെ കർത്താവിന് പുറം തിരിഞ്ഞു നിൽക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കണേ എന്നൊരു വാക്ക് തിരുത്തുകയും ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു അന്തർധാര ഇവർ തമ്മിൽ ഉണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു. മൂന്നാമത്, അവർ പക്ഷേ, അതായത് കുർബാനയിൽ തടസ്സമുണ്ടാക്കുമെന്ന മുന്നേറ്റക്കാരും വിമത വൈദികരും പക്ഷേ മുട്ടത്തിപ്പറമ്പുകാരുടെ സ്നേഹം കാരണം അത് കുർബാനയെ തടസ്സപ്പെടുത്തുന്നത് വേണ്ട എന്ന് വെച്ചതാണ്. തീർച്ചയായും ഞാൻ ജനാഭ്യ കുർബാനയ്ക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. നമ്മുടെ ദേവാലയം വെഞ്ചരിക്കപ്പെടണം എന്നത് ദൈവത്തിന്റെ ഹിതമാണെന്ന് കരുതുന്നത് കൊണ്ടും ആ വലിയ ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ പിതാവ് വരുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നതും പിതാവ് ഇവിടെ വന്ന് ഏത് കുർബാന ചൊല്ലിയാലും ഇവിടുത്തെ ജനങ്ങൾക്ക് ദേവാലയം വെഞ്ചരിക്കപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നിറവേറ്റിയതും. ഇപ്പൊ ഒരു കാര്യം നോക്കിയേ, ഞാൻ ജനാഭ്യ കുർബാനയ്ക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുള്ള ആളാണെന്ന് വികാരിച്ചൻ പറയുന്നു. അതേസമയം മുട്ടത്തിപ്പറമ്പുകാരുടെ സ്നേഹം നിമിത്തം ജനാഭ്യ കുർബാന വേണ്ടെന്ന് വെച്ച് സഭയുടെ കുർബാന, ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി. മെത്രാനസിനെ വിളിച്ചത് ചൊല്ലിക്കാനും തയ്യാറായി. മുന്നേറ്റക്കാരും അതുപോലെ തന്നെ വിമത വൈദികരും പ്രശ്നമുണ്ടാക്കാതെ, തടസ്സമുണ്ടാക്കാതെ പിന്മാറുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന എന്താണ്? ഏകീകൃത കുർബാന അല്ലേ? മുട്ടത്തിപ്പറമ്പുകാർ എന്താ പറഞ്ഞത്? ഇവിടെ പള്ളി വെഞ്ചരിക്കണം, പള്ളി വെഞ്ചരിക്കുന്നത് മെത്രാനെ കൊണ്ടാകണം, അല്ലാതെ അച്ഛന്മാര് വെഞ്ചരിച്ചാൽ പറ്റില്ല. മെത്രാനച്ചൻ വരികയാണെങ്കിൽ ഏകീകൃത കുർബാന വേണം. അപ്പോൾ സഭയുടെ കുർബാന ചൊല്ലിക്കൊണ്ട് പള്ളി വെഞ്ചരിക്കണം, പള്ളി കൂതാശ ചെയ്യണമെന്ന് ഈ മുട്ടത്തിപ്പറമ്പുകാർ പറഞ്ഞപ്പോൾ വികാരിയച്ഛനും ആത്മായ മുന്നേറ്റക്കാരും വിമത വൈദികരും അതിന് വിധേയപ്പെട്ടു, പ്രശ്നം വേണ്ടെന്ന് വെച്ചു. ഇതുതന്നെയല്ലേ മറ്റിടവകളിലും വേണ്ടത്. അപ്പോൾ ജനവികാരം എന്താണ്? ഏകീകൃത കുർബാന വേണമെന്നാണ്. പള്ളി ഏതെങ്കിലും അച്ഛൻ വന്ന് വെഞ്ചരിക്കാനോ കൂതാശ ചെയ്യാനോ പാടില്ലെന്നാണ്. ഇത് തന്നെയല്ലേ ഞങ്ങൾ പറയുന്നത്. എറണാകുളത്തെ ജനങ്ങൾ പറയുന്നത് സഭയുടെ നിയമപ്രകാരം കാര്യങ്ങൾ പോകണമെന്നാണ്. സഭയുടെ നിയമം അനുസരിച്ച്, നിയമാനുസൃതം. ഇവിടെ പള്ളി വെഞ്ചരിക്കാൻ അച്ഛന്മാരെ വെഞ്ചരിച്ചാൽ ശരിയാകില്ല എന്ന് മുട്ടത്തിപ്പറമ്പുകാരെ തീരുമാനമെടുത്തു. നല്ല കാര്യം. അപ്പോൾ അങ്ങനെ വെഞ്ചരിക്കാൻ വരണമെങ്കിൽ, മെത്രാൻ ഏകീകൃത കുർബാന ചൊല്ലൂ. അങ്ങനെ ചൊല്ലണം. എന്നിട്ട് അവർ അച്ഛന്മാരോട് പറഞ്ഞു കാണും, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ആത്മായ മുന്നേറ്റക്കാരോട് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് തന്നെയല്ലേ എല്ലാ ഇടവകയിലും ചെയ്യേണ്ടത്. ദൈവജനത്തിന്റെ വികാരം എന്താണ്? സഭയുടെ കുർബാന വേണം, സഭയുടെ കുർബാന വേണം, നിയമം അനുസരിച്ച് കാര്യങ്ങൾ പോകണം. ഇതെല്ലാ ഇടവകയിലും നടക്കേണ്ട കാര്യമല്ലേ? ഇത് വിമത വൈദികർ ആലോചിക്കൂ, ആത്മായ മുന്നേറ്റക്കാർ ആലോചിക്കൂ. എന്തുകൊണ്ട് മുട്ടത്തിപ്പറമ്പുകാരോട് നിങ്ങൾ ഈ വിട്ടുവീഴ്ച ചെയ്തു? ഇതെല്ലാ ഇടവകളും ചെയ്യേണ്ടതല്ലേ? അപ്പോൾ വീണ്ടും അതിനകത്തൊരു സൂചനയില്ലേ? ജനവികാരം, ദൈവജനത്തിന്റെ വികാരം ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമല്ല. അതല്ലേ സൂചന? ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമല്ല ദൈവജനത്തിന്റെ വികാരം. അങ്ങനെയെങ്കിൽ ജനാഭിമുഖ കുർബാന ലിറ്റർജിക്കൽ വേരിയന്റായി വേണമെന്ന ആവശ്യം ഏതാനും വൈദികരുടെയും ഏതാനും മുന്നേറ്റക്കാരുടെയും മാത്രം അജണ്ടയല്ലേ? അപ്പോൾ എന്തിനാണ് മേജർ ആർച്ച് ബിഷപ്പും പാമ്പളാനി പിതാവും ദൈവജനത്തോട് ചർച്ച ചെയ്യാതെ ഈ ഒരു ചെറിയ ശതമാനത്തോട് ചർച്ച ചെയ്യുന്നത്? അതിലൊരു ദുരൂഹതയില്ലേ? ബഹുഭൂരിപക്ഷം വരുന്ന ദൈവജനത്തിന് ഏകീകൃത കുർബാന മതി, സഭയുടെ കുർബാന മതി.
സഭയുടെ നിയമം അനുസരിച്ച് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മുട്ടത്തിപ്പറമ്പുകാരെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ജനവികാരം ഏകീകൃത കുർബാനയ്ക്ക് അനുകൂലവും ജനാഭിമുഖ കുർബാനയ്ക്ക് എതിരുമാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവജനത്തിന്റെ പ്രതിനിധികളുമായിട്ടല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഒരു നിഗൂഢ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന വിമത വൈദികരോടും പിന്നെ മുന്നേറ്റക്കാരോടുമാണോ ചർച്ച ചെയ്യേണ്ടത്? മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനി പിതാവും അവരങ്ങനെ അവരോട്, അതായത് ഈ ചെറിയ ശതമാനം നിഗൂഢ അജണ്ടയുമായി പോകുന്നവരോട് ചർച്ച ചെയ്യുമ്പോൾ, അവരുമായിട്ട് ഒരു സമവായം തയ്യാറാക്കുമ്പോൾ, അവരുമായിട്ട് ചില കാര്യങ്ങളിൽ സമ്മതിക്കുമ്പോൾ അതിനകത്തൊരു ദുരൂഹതയില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത് ഈ ലിറ്റർജിക്കൽ വേരിയന്റ് ഇങ്ങനെ മുകളിൽ കിട്ടിയ ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണോ എന്ന് സംശയിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ വികാരിച്ചന്റെ വാക്കുകൾ ഞാൻ കരിയിൽ പിതാവിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പിതാവെ കുരിശെടുക്കാൻ തുടങ്ങുകയാണ്. സത്യം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കുരിശ് എടുക്കുന്നത് ഒരു ഭാഗ്യമാണ്. കർത്താവിന് കുരിശാണെന്ന ചിന്തയോടെ അത് ഏറ്റെടുക്കാൻ പറ്റും. പിതാവ് അതൊക്കെ ഏറ്റെടുത്തു. ഞങ്ങൾ കരിയിൽ പിതാവിനെ പോലെ പാമ്പ്ലാനി പിതാവും കുരിശ് ഏറ്റെടുക്കണം. ജനാഭിമുഖ കുർബാന ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പിതാവ് വാദിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പിതാവിനെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നോക്കുക, ഞങ്ങൾക്ക് ലിറ്ററിക്കൽ വേരിയന്റ്, ജനാഭിമുഖ കുർബാന ലിറ്ററിക്കൽ വേരിയന്റായി കിട്ടാൻ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ടാണ് പിതാവിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ദേവാലയം കൂദാശ ചെയ്യാനായിട്ട് അനുവദിച്ചത്. ഇതാണ് വികാരിച്ചൻ പറയണേ. ഇത് 3 തരത്തിലെങ്കിലും ഈ വികാരിച്ചന്റെ വാക്കുകൾ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു പക്ഷം. 1, പാമ്പ്ലാനി പിതാവിനെ കരിയിൽ പിതാവിനാക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ കുരിശെടുക്കാൻ പറയുന്നത്. പാമ്പ്ലാനി പിതാവിനെ കരിയിൽ പിതാവിനെ പോലെ ആക്കുക. എന്താണ്? കാനൺ നിയമത്തിന് എതിരെ നിലപാടെടുത്ത്, മാർപ്പാപ്പയ്ക്ക് എതിരെ നിലപാടെടുത്ത് രാജിവെച്ച് പോവുക. കരിയിൽ പിതാവിനെ പോലെ ആക്കിയെടുക്കുക. അങ്ങനെ ഒരു വായിച്ചെടുക്കാം. 2, പാമ്പ്ലാനി പിതാവിനോട് കൊണ്ടുവന്നത് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുമെന്ന ഉറപ്പിന്മേലാണ്. ലിറ്റർജിക്കൽ വേരിയന്റായി ജനാഭിമുഖ കുർബാന അനുവദിച്ചു തരും എന്ന ഉറപ്പിന്മേലാണ് പാമ്പ്ലാനി പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് ഈ പള്ളി കൂദാശ ചെയ്യാൻ അനുവദിക്കുന്നത്. 3ാമത്തെ തരത്തിലും പറയാം, നിങ്ങൾ ഈ ലിറ്റർജിക്കൽ വേരിയന്റിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കൂ, എല്ലാ വേദികളിലും, വിവിധ വേദികളിൽ പറയൂ. അപ്പോൾ സാവകാശം മെത്രാന്മാരുടെ മനസ്സ് മാറാം, ഞാൻ അതിന് ശ്രമിക്കാം എന്ന് പാമ്പ്ലാനി പിതാവ് ഈ വിമത വൈദികരോട് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ആയിരിക്കാം വികാരിച്ചൻ അത് പരോക്ഷമായി സൂചിപ്പിച്ചത്. ഏതായാലും ഈ മെത്രാന്മാരും വിമത വൈദികരും മുന്നേറ്റക്കാരും തമ്മിൽ എന്തോ ചില അന്തർധാരകൾ ഉണ്ടെന്ന് സംശയിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം മഹാഭൂരിപക്ഷം വരുന്ന ദൈവജനത്തിന്റെ വികാരം മനസ്സിലാക്കാതെ ഇവരോട് മാത്രം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരുമായി ഒരു ചില എഗ്രിമെന്റിൽ എത്തുകയൊക്കെ ചെയ്യുന്നത് തീർത്തും ദുരൂഹത നിറഞ്ഞ ഒരു ഇടപാട് തന്നെയാണ്. ലിറ്റർജിക്കൽ വേരിയന്റ് സാധ്യമല്ലെന്ന് റോമിൽ നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളതാണ്. സാധ്യമല്ലെന്ന് ആ രേഖയ്ക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ മാർപ്പാപ്പ അന്തിമ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതാണെന്നും നമുക്കറിയാം. അത് പല പ്രാവശ്യം നമ്മൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അത് പിന്നെയും ആവശ്യപ്പെടുന്നതിൽ ദുരൂഹതയില്ലേ? അങ്ങനെ ആവശ്യപ്പെടുന്ന വേദികളിൽ പാമ്പ്ലാനി പിതാവ് ഇരുന്ന് കൊടുക്കുന്നതിലും എന്തൊക്കെയോ ഇല്ലേ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.